ഇപ്പോൾ ഈ പി കെ ശശിയെ ഈ UDF-ഉമായി സഹകരിക്കാൻ ഒരു സാധ്യതയും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോൾ ഈ നേരത്തെ ഈ സമാനമായ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒന്നും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമുള്ളതല്ലോ. ഞാൻ നിലവിൽ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ഒരാളാണ്, പാർട്ടി നടപടി നേരിടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. അത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അത് പാർട്ടിയിൽ നടപടിയെടുത്ത ഒരാൾ എങ്ങനെയാണ് ആ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തേണ്ടത് ഞാനല്ല. അത് പാർട്ടി സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി എന്ന നിലയിൽ നിരവധി നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെല്ലാവരും കൂടെ കൂടിയാലോചിച്ചിട്ടാണല്ലോ എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അപ്പോൾ അതുപോലെ അവർ തീരുമാനം എടുക്കുക. ഇപ്പോൾ ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തും അത്തരം കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെ ചോദിച്ചു, ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും അത്തരം കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്ന പദവിയിലിരുന്ന ആളല്ല ഞാൻ. അപ്പോൾ പാർട്ടി ഒരു നടപടിയെടുത്ത് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ യാതൊരു വിധമായ സ്പേസുമില്ല, വോയിസുമില്ല. മുൻപും ഞാൻ ആ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഫോറത്തിൻ്റെ ഭാഗമായിരുന്ന ആളല്ല. ഞാൻ തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന ഫോറത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോഴും തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു പാർട്ടി അനുഭാവിയാണ്. ഓക്കെ, താങ്ക് യു. അത് നിങ്ങളാ തീരുമാനിക്കണ്ടേ അല്ലേ? നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അത്. നിങ്ങൾക്കറിയാത്ത കാര്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിനകത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ സമീപനം നിങ്ങൾ ആലോചിക്കും. എന്നോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും, ഇപ്പം പ്രസാദിന് അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രസാദേട്ടൻ വളരെ, ഞാൻ പേര് പറയുന്നത് വിഷമമൊന്നുമില്ലല്ലേ, പ്രസാദേട്ടൻ വളരെ സീനിയർ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് അല്ലേ. പ്രസാദേട്ടന് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് പാലക്കാട് ദീർഘകാലം ഉണ്ടായിരുന്ന ഒരാളാണ്. പാലക്കാടിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഫോൺ കോളുകളെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. അപ്പം താങ്കൾക്ക് എന്നേക്കാൾ ആധികാരികമായി ഈ വിഷയം അറിയുന്ന ആളാണ്. പിന്നെന്തിനാ വളരെ എളിയവനായി എന്നെ പ്രയാസപ്പെടുത്തുന്നതിനാ? ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എനിക്ക് വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് പറയാമല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് പറയാമല്ലോ. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമില്ല. അതിനകത്തൊരു സെലക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്നത് കൊടുക്കണം, ഇന്നത് കൊടുക്കണ്ട, ഇന്നത് കൂടുതൽ ഗ്രാവിറ്റിയിൽ കൊടുത്തേക്കാം, ഇന്നത് കൊടുക്കുകയേ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള പരിപൂർണമായ, അതിനാണല്ലോ എഡിറ്റർമാരുള്ളത് അല്ലേ. മാധ്യമ സ്ഥാപനങ്ങളിൽ എഡിറ്റർമാരുള്ളത് ആവശ്യമായ വാർത്തകൾ കൊടുക്കാനും അവർക്ക് അഹിതമായിട്ടുള്ള വാർത്തകൾ വെട്ടിക്കളയാനും വേണ്ടിയിട്ടാണ് എഡിറ്റർമാരുള്ളത്. ആ എഡിറ്റർമാരുടെ സ്വാതന്ത്ര്യത്തെ ഞാനെന്തിനാ കൈകടത്തുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഈ നാട്ടിൽ എല്ലാവരുടെയും പബ്ലിക് ഡൊമൈനിലുള്ളൊരു വിഷയത്തിൽ ഞാനെന്തിനാ പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. പ്രസാദിന് അറിയാവുന്നതിൽ കൂടുതൽ എനിക്കറിയില്ല. പ്രസാദിന് അറിയുന്നതിൻ്റെ അത്രയും പോലും ആ ചിരി കാണുമ്പോൾ അറിയാം. പ്രസാദിന്റെ ആ ചിരി കാണുമ്പോൾ അറിയാം. അല്ല, ഞാൻ പറഞ്ഞ പ്രസാദിന്റെ ചിരി കാണുമ്പോൾ, ഇപ്പൊ പുതിയ മാധ്യമ സ്ഥാപനത്തിലും കൂടെ അദ്ദേഹം, അപ്പോൾ ഒരു വളരെ മുതിർന്ന മാധ്യമപ്രവർത്തക നിലയിൽ അങ്ങയുടെ ചിരി കാണുമ്പോൾ എനിക്കറിയാം അങ്ങേക്ക് ഈ വിഷയത്തെപ്പറ്റി ഈ വിഷയത്തെപ്പറ്റി മാത്രമല്ല അങ്ങേക്ക്, അതിനും അപ്പുറം അങ്ങേക്ക് അറിയാം. അതപ്പം നോക്കട്ടെ എന്താണ് വരുന്നത്, നമുക്ക് നോക്കാം. സർക്കാരിന്റെ നിലപാടുകൾ ജനങ്ങൾ സംശയിക്കില്ലേ? സർക്കാർ ഈ വിഷയത്തിനകത്ത്, ഇത്തരം വിഷയങ്ങൾക്കകത്ത് എടുക്കേണ്ടുന്ന സമീപനങ്ങളിൽ ഇരട്ടത്താപ്പുണ്ടോ, രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും. ഞാൻ അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. നിങ്ങൾക്കറിയുന്നതിൻ്റെ അത്രയും പോലും എനിക്കറിയില്ല. നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ള അറിവൊക്കെ എനിക്കുള്ളൂ. നിങ്ങൾക്കറിയുന്നതിൻ്റെ അത്രയും പോലും എനിക്കറിയില്ല.